നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നേറുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി മെയ് 20 മുതൽ 26 വരെയുള്ള കാലയളവിൽ 13,698 വ്യക്തികളെ പരിശോധിക്കുകയുണ്ടായി. വലിയ അളവിൽ വിൽപ്പന നടത്തിയ 5 കേസുകളും 19 ഇടത്തരം കേസുകളും ഉൾപ്പെടെ ആകെ 626 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 660 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 393.48 ഗ്രാം MDMA, 166.5 കിലോഗ്രാം കഞ്ചാവ് ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. മെയ് 19 മുതൽ 24 വരെ എക്സൈസ് വിഭാഗം 31.3 കിലോഗ്രാം കഞ്ചാവ്, 9.9 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. 155 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 148 പ്രതികളെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡ്രഗ് ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ മെയ് 20 മുതൽ 26 വരെ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 301 സോഴ്സ് റിപ്പോർട്ടുകൾ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറിയിട്ടുമുണ്ട്. ലഹരി വിപത്തിനെതിരെ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നാടാകെ ഏറ്റെടുത്ത അനുഭവമാണ്. ഇപ്പോൾ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സേ യേസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. 13 ജില്ലകളിൽ ജാഥ പ്രയാണം നടത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ മലപ്പുറം ജില്ലയിലെ പ്രയാണം മാറ്റിവെക്കേണ്ടി വന്നു. കളി ഉപകരണങ്ങളുടെ വിതരണവും കളിക്കളങ്ങൾ വീണ്ടെടുക്കലും ഓരോ വേദിയിലും വലിയ ആവേശമുയർത്തി. 100ഓളം കേന്ദ്രങ്ങളിൽ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. 20ഓളം കളിക്കളങ്ങൾ വീണ്ടെടുക്കാനുമായി. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 സമാപന പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 5000 കായിക താരങ്ങൾ ആ പരിപാടിയിൽ അണിനിരക്കും. ലഹരിക്കെതിരെ നടത്തം എന്ന പേരിൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. അത്തരം ഒരു മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ സംസ്കൃതി അധ്യാപകർ മെയ് 22 ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വയനാട് പനവരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതേ ദിവസം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടന്നു. കൊല്ലം സിറ്റി പാരിപ്പള്ളി കുളമട ക്ലബ് ഗ്രൗണ്ടിൽ SFIയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശത്തിൻ്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ നടത്താൻ വിവിധ ഏജൻസികൾ തയ്യാറാവുകയാണ്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.